നോക്കാം, തരാം, സർക്കാരിൻ്റെ പരിഗണനയിലാണ്. കേട്ടുകെട്ടും നമ്മുടെയെല്ലാം ചെവിയിൽ പുഴുവരിച്ച ചില സ്ഥിരം മോഹന വാഗ്ദാനങ്ങളാണിത്, അല്ലേ? അധികാരത്തിൻ്റെ കസേരയിലിരുന്ന് ക്യാമറകൾക്ക് മുന്നിൽ ഒരു ഇളിഞ്ഞ ചിരിയും ചിരിച്ച് കൈകൂപ്പി തടിതപ്പുന്ന രാഷ്ട്രീയക്കാരെ മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടു ശീലിച്ചിട്ടുള്ളൂ. ഒരു പാവപ്പെട്ടവൻ തൻ്റെ വിശപ്പും കണ്ണീരും പറയുമ്പോൾ ഇതെൻ്റെ വകുപ്പല്ല, അങ്ങോട്ട് പോയി ചോദിക്കുക എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന ഭരണാധികാരികളെ കണ്ടാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. പക്ഷേ ആ പതിവ് രാഷ്ട്രീയത്തിൻ്റെ അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ നടന്നു. അതെ, ആലപ്പുഴയിൽ ഒരു കൂട്ടം പാവപ്പെട്ട സ്ത്രീകൾ കണ്ണീരോടെ കൈകൂപ്പി നിന്നപ്പോൾ നിയമത്തിൻ്റെയോ വകുപ്പിൻ്റെയോ അതിർവരമ്പുകളൊന്നും നോക്കാതെ അവരുടെ വീട്ടിൽ ഈ ഓണത്തിന് അടുപ്പ് പുകയണമെന്ന് പറഞ്ഞ് സ്വന്തം പോക്കറ്റിൽ നിന്നും കൈയിട്ട് ഏകദേശം 32 ലക്ഷം രൂപ എടുത്ത് അവരുടെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുത്ത ഒരു മാസ്റ്റർ സ്ട്രോക്ക്. ആരാണത് ചെയ്തത്? കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആ പേര് പറയാൻ മടിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ വാർത്ത കാര്യമായി ചർച്ച ചെയ്യാതിരുന്നത്? സുരേഷ് ഗോപി തല ചൊറിയുന്നതും ചായ കുടിക്കുന്നതും അബദ്ധം പറയുന്നതും മണിക്കൂറുകളോളം ലൈവ് കൊടുക്കുന്ന ആഘോഷിക്കുന്ന ബിഗ് ചാനലുകൾ 32 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിൽ നിന്നും പാവങ്ങൾക്ക് കൊടുത്തപ്പോൾ എന്തുകൊണ്ട് പൊടുന്നനെ മിണ്ടാട്ടമില്ലാതെ ശവം പോലെ കിടന്നു? ഈ വാർത്തയ്ക്ക് പിന്നിലെ സത്യം എന്താണ്? അവിടെ നടന്നത് സിസ്റ്റത്തിന്റെ പരാജയമാണോ അതോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പോരാണോ? ആരും പറയാൻ മടിക്കുന്ന ആ പച്ചയായ സത്യങ്ങൾ കൃത്യമായ ഡാറ്റകളോടെ നമ്മൾ പൊളിച്ചെടുക്കുകയാണ്. സംഭവം നടന്നത് ആലപ്പുഴയിലാണ്. സ്വദേശ് ദർശൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രിയായ സുരേഷ് ഗോപി ആലപ്പുഴ സന്ദർശിക്കുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിലെ MP ആണ്, ആലപ്പുഴയിലെ MP അല്ല. അദ്ദേഹം അവിടെ എത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടം സ്ത്രീകൾ അദ്ദേഹത്തിന് ചുറ്റും തടിച്ചുകൂടി. അവർ മറ്റാരുമല്ല, സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിൽ കുറഞ്ഞ ശമ്പളത്തിന് ദിനാരാത്രം പണിയെടുക്കുന്ന കുടുംബശ്രീ തൊഴിലാളികളാണ്. അവരുടെ കണ്ണുകളിൽ ഭയവും നെഞ്ചിൽ തീയുമായിരുന്നു. അവർ സുരേഷ് ഗോപിയുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു. സാറേ, കഴിഞ്ഞ 4-5 മാസമായി ഞങ്ങൾക്ക് ശമ്പളമില്ല. വരാൻ പോകുന്നത് ഓണമാണ്. കടം വാങ്ങി ഇനി ആരും കടം തരാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഓണം ഉണ്ണാൻ ഒരു വഴിയുമില്ല സാറേ. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, സർക്കാരിൻ്റെ ഓരോ പദ്ധതികളും വിജയിപ്പിക്കാൻ തെരുവിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കുടുംബശ്രീ ജീവനക്കാരാണ്. മാസങ്ങളോളം ശമ്പളം കിട്ടാതെ ഓണത്തിന് കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് വാങ്ങാനോ ഒരു നേരം വയറു നിറയെ ഉണ്ണാനോ വഴിയില്ലാതെ കരയുന്ന നിമിഷം. ഈ സമയത്ത് അവിടെ ചുറ്റും ക്യാമറയും പിടിച്ചു നിന്ന മാധ്യമങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത്? അവർ കരുതി സുരേഷ് ഗോപി ഇത് മൈൻഡാക്കില്ല, ഇത് സംസ്ഥാന ടൂറിസം മന്ത്രിയോട് പോയി പറയേ, അല്ലെങ്കിൽ VD സതീശനോട് പറയേ, പെട്രോളിയം മന്ത്രിയായിരുന്ന ഞാൻ ഇതിൽ എന്ത് ചെയ്യാനാണെന്നൊക്കെ സുരേഷ് ഗോപി പറയും എന്നാണ് അവർ കരുതിയിരുന്നത്. അവർക്ക് സുരേഷ് ഗോപി അറിയില്ലല്ലോ, അവർക്ക് സുരേഷ് ഗോപി എന്നും വിവാദമാക്കണം. അങ്ങനെ സുരേഷ് ഗോപി തട്ടിക്കയറിയാൽ വൈകുന്നേരം 7 മണിക്ക് വാർത്ത ചർച്ചയിൽ ഇട്ട് അലക്കാൻ മൈക്കും തേച്ചും എനിക്ക് നിൽക്കുകയായിരുന്നു ഈ മാധ്യമങ്ങളൊക്കെ. പക്ഷേ മാധ്യമങ്ങളെയും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപി ചെയ്തത് എന്താണെന്നറിയാമോ? അദ്ദേഹം ഒട്ടും സമയം കളയാതെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ അടുത്തേക്ക് വിളിച്ചു, കാര്യം ചോദിച്ചു. നരേന്ദ്രമോദി പണം തരാതിരുന്നിട്ടാണോ ഇവരുടെ ശമ്പളം മുടങ്ങിയത്? പണം തരാൻ വൈകിയതാണെങ്കിൽ അത് തുറന്നു പറയും എന്ന് സുരേഷ് ഗോപി ഉദ്യോഗസ്ഥരോട് കൃത്യമായി ചോദിച്ചു. അപ്പോഴാണ് ഉദ്യോഗസ്ഥർ സത്യം സമ്മതിക്കുന്നത്. അതൊന്നുമല്ല സാറേ, ആദ്യത്തെ 1.5 മാസത്തെ ശമ്പളം കൊടുത്തിരുന്നു, ബാക്കി തുക പാസ്സാക്കാൻ ഉത്തരവായിട്ടുണ്ട്. ട്രഷറിയിലെ തടസ്സം കാരണമാണ് വൈകുന്നത്, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നമാണ്. ഉടൻ തന്നെ സുരേഷ് ഗോപി കൃത്യമായി കണക്ക് ചോദിച്ചു. ഇവർക്ക് 4 മാസത്തെ കുടിശ്ശിക തീർത്ത് ഓണം ആഘോഷിക്കാൻ അടിയന്തരമായി എത്ര രൂപ വേണം? ഉദ്യോഗസ്ഥരുടെ മറുപടി വന്നു, 54 ജീവനക്കാർക്ക് നൽകാൻ ആകെ വേണ്ടത് 32 ലക്ഷം രൂപയാണ്. അവിടെ വെച്ച് സുരേഷ് ഗോപി എടുത്ത ആ തീരുമാനം കേരള രാഷ്ട്രീയത്തിലെ ചരിത്രമാണ്. അദ്ദേഹം പറഞ്ഞു, 32 ലക്ഷം രൂപ ഞാനിപ്പോൾ എൻ്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാം. ഈ പണം എടുത്ത് ഇവർക്ക് കൊടുക്കണം. ഇവർക്ക് ഓണം ആഘോഷിക്കാനുള്ള പണം ഇപ്പോൾ കയ്യിൽ കിട്ടണം. പിന്നീട് സംസ്ഥാന ട്രഷറിയിൽ നിന്ന് ഈ ബില്ലുകൾ പാസ്സായി വരുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് റീഇംബേഴ്സ് ചെയ്താൽ മതി. കണ്ണ് നിറഞ്ഞുപോയി ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക്. ഞങ്ങൾക്ക് ഒരു വഴിയുമില്ലായിരുന്നു സാറേ, സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് ആ സ്ത്രീകൾ തൊഴുതു വണങ്ങുമ്പോൾ സുരേഷ് ഗോപിയെ കൊടുക്കാൻ ക്യാമറയും പിടിച്ചു നിന്നവരുടെ മുഖം പ്ലിങ്ങിപ്പോയി 2 കൊട്ടായിരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില ഗൗരവമുള്ള ചോദ്യങ്ങളുണ്ട്. 54 പാവപ്പെട്ട കുടുംബശ്രീ തൊഴിലാളികൾക്ക് 4 മാസമായി ശമ്പളം കൊടുക്കാൻ പണമില്ലാത്തതാണോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത? 14 ജില്ലകളിലും ടൂറിസം വകുപ്പിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്ന് ജീവനക്കാർ തന്നെ വിളിച്ചു പറയുമ്പോൾ ഇവിടുത്തെ വകുപ്പ് മന്ത്രിമാരും ഭരണാധികാരികളും എന്തെടുക്കുകയാണ്? ഒരു കേന്ദ്രമന്ത്രി സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്ത് കൊടുക്കേണ്ട അവസ്ഥയാണോ കേരളത്തിലെ ട്രഷറിക്കുള്ളത്? നോക്കൂ, ഇതിനെയാണ് നമ്മൾ സിസ്റ്റത്തിലെ പരാജയം എന്ന് വിളിക്കുന്നത്.
ജീവനക്കാർക്ക് മാസാമാസം കൊടുക്കേണ്ട ശമ്പളം കൊടുക്കാതെ ട്രഷറി പൂട്ടിക്കെട്ടി വച്ചിട്ട് ആഘോഷങ്ങൾക്ക് കോടികൾ മാറ്റിവെക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടേത്. സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ അത് രാഷ്ട്രീയ ആയുധമാക്കാമായിരുന്നു. അദ്ദേഹത്തിന് അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. സ്ഥിതിയിൽ ഇത് മുൻ പിണറായി വിജയൻ സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി സ്ഥലം വിടാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിലവിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താമായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയം ഒന്നും നോക്കിയില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു താൻ രാഷ്ട്രീയം പറഞ്ഞ് തിരിഞ്ഞ് നടന്നാൽ പട്ടിണിയാകുന്നത് ആ 54 കുടുംബങ്ങളാണെന്ന്. അതുകൊണ്ട് സുരേഷ് ഗോപി സിസ്റ്റത്തേക്കാൾ മുകളിൽ തൻ്റെ മനുഷ്യത്വമാണ് പ്രതിഷ്ഠിച്ചത്. ഈ സംഭവത്തിന് ശേഷം ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് അറിയാമോ? കേരളത്തിലെ മുൻനിര വാർത്താ ചാനലുകൾ ഒന്നടങ്കം ഈ വാർത്ത മുക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ, സുരേഷ് ഗോപി ആ നിമിഷത്തിൽ എന്തെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോടോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോടോ മാധ്യമപ്രവർത്തകനോടോ ദേഷ്യപ്പെട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ആ ദിവസം രാത്രി 7 മണിക്ക് ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് വരും. സുരേഷ് ഗോപിയുടെ അഹങ്കാരം, കേന്ദ്രമന്ത്രി ജനങ്ങളെ അധിക്ഷേപിച്ചു, ഷോർട്ട് ടെമ്പർ സുരേഷ് ഗോപി വീണ്ടും വില്ലനായി. എന്നാൽ അതേ സുരേഷ് ഗോപി സ്വന്തം അക്കൗണ്ടിൽ നിന്ന് 32 ലക്ഷം രൂപ എടുത്ത് ആ പാവപ്പെട്ട തൊഴിലാളികളുടെ കണ്ണീരൊപ്പിയപ്പോൾ ഒരു ചാനലിലും പ്രൈം ടൈം ചർച്ചകളൊന്നും വന്നില്ല. എന്തിന്? ഈ വാർത്ത തന്നെ ഞാൻ കണ്ടില്ല. വാർത്തകൾ വിരലിൽ എണ്ണാവുന്ന പത്രങ്ങളിൽ ഒരു ചെറിയ മൂലയിൽ ഒതുക്കി. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ വാർത്ത മുക്കിയത്? കാരണം ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ചയായാൽ 2 കൂട്ടരുടെയാണ് ഉറക്കം കെടുക. ശമ്പളം കൊടുക്കാതെ പാവങ്ങളെ പട്ടിണിക്കിട്ട സംസ്ഥാന ഭരണകൂടത്തിൻ്റെ, പിന്നെ സുരേഷ് ഗോപി എപ്പോഴും അപമാനിക്കാൻ കാത്തിരിക്കുന്ന സൈബർ പോരാളികളുടെ. രണ്ടും മാധ്യമങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്. സുരേഷ് ഗോപി കസേര തുടച്ചാൽ വാർത്തയാക്കുന്നവർ, സുരേഷ് ഗോപി പപ്പടം തിന്നാൽ വാർത്തയാക്കുന്നവർ. അദ്ദേഹം ചെയ്ത ഈ വലിയ കാര്യം കണ്ടില്ലെന്ന് നടിച്ചു. ഇതിനെയാണ് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് വിളിക്കുന്നത്. ഇന്ന് സുരേഷ് ഗോപിയെ ആക്രമിക്കാൻ പഴയതുപോലെ ആർക്കും ഒന്നും കഴിയുന്നില്ല. കാരണം പണ്ട് അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട പോരാളിയായിരുന്നു. എന്നാൽ ഇന്ന് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. തൃശ്ശൂരിൽ അദ്ദേഹം ജയിച്ചു കയറിയതും കേരളത്തിൽ BJPക്ക് വഴി തുറന്നതുമെല്ലാം വെറുതെയായ ഒരു സംഭവമല്ലല്ലോ. ജനങ്ങൾക്കറിയാം ആരാണ് വാചകം മാത്രം അടിക്കുന്നത്, ആരാണ് ആവശ്യ സമയത്ത് തങ്ങളെ സഹായിക്കാൻ ഓടിയെത്തുന്നത് എന്നൊക്കെ. ഒരു സിനിമാ നടൻ എന്ന നിലയിൽ നേടിയ ജനപ്രീതി ഒന്നുമല്ല ഇത് സുരേഷ് ഗോപിക്കുള്ളത്. MP ഫണ്ടില്ലാത്ത സമയത്ത് പോലും സ്വന്തം സിനിമകളിൽ നിന്നും കിട്ടുന്ന അഡ്വാൻസ് തുക അതെടുത്ത് ക്യാൻസർ രോഗികൾക്കും പാവപ്പെട്ടവർക്കും എയ്ഡ്സ് രോഗികൾക്കും ആംബുലൻസുകൾ വാങ്ങാനും വീട് വെക്കാനും കൊടുത്തൊരു മനസ്സുണ്ട് അദ്ദേഹത്തിന്. ആലപ്പുഴയിലെ കുടുംബശ്രീ സ്ത്രീകൾക്ക് നൽകിയ ആ 32 ലക്ഷം രൂപ കേവലം പണമല്ല, അത് ആ കുടുംബങ്ങളുടെ അഭിമാനമാണ്. ഈ ഓണത്തിന് അവരുടെ വീട്ടിൽ ഐശ്വര്യത്തോടെ വിളക്ക് കത്തുമ്പോൾ അതിന് പിന്നിൽ സുരേഷ് ഗോപി എന്ന ആ ഒരു മനുഷ്യൻ്റെ കരുതൽ തീർച്ചയായും കൂടെ ഉണ്ടാകും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.